തിരുവനന്തപുരം നാവായിക്കുളം കിഴക്കേനേല ഗവൺമെന്റ് LPSലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. 25ഓളം കുട്ടികൾക്കാണ് സ്കൂളിലെ ഉച്ചഭക്ഷണം അസ്വസ്ഥതയുണ്ടായത്. ചോറിനോടൊപ്പം കുട്ടികൾക്ക് ചിക്കൻ കറിയും വിളമ്പിയിരുന്നതായും ഇതിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നുമാണ് പ്രാഥമിക നിഗമനം. ചികിത്സ തേടിയ ശേഷം വീട്ടിലേക്ക് മാറ്റിയ കുട്ടികൾ നിരീക്ഷണത്തിലാണ്. അതേസമയം സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ തദ്ദേശ സ്ഥാപനത്തെയോ ബന്ധപ്പെട്ട അധികൃതരെയോ അറിയിച്ചില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധയുണ്ടായി. ഏകദേശം 10-20ഓളം കുട്ടികളാണ് പെട്ടെന്ന് ലൂസ് മോഷനും ഛർദിലും ഉണ്ടായത്. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് 200-250ഓളം പേര് ഭക്ഷണം കഴിച്ചു. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞില്ല. നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാവരും സ്കൂളിലുണ്ട്. ഒരു കുട്ടി പാരിപ്പള്ളിയിൽ അഡ്മിറ്റാണ്. അല്ലാതെ പറയത്തക്ക മറ്റൊന്നും ഇല്ല. ഹെൽത്തുകാർ വന്ന് പരിശോധിച്ചിട്ടും അവർക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ആ ചിക്കൻ കടയിലോട്ട് മെഡിക്കൽ ടീം പോയിട്ടുണ്ട്. ഇതൊന്ന് സംഭവിച്ചതാണോ എന്ന് അറിയാൻ വയ്യ. എന്തായാലും മറ്റൊരു വിഷയവും